ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മിക്ക ആളുകളും ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന ഒരു ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത്. ഈസി കുക്കിംഗ് ആണ്, അതേപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഈ ഓട്സ് പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഓട്സിലൊക്കെ നമുക്ക് കുറേ മിഥ്യാധാരണകളുണ്ട്. ഈ ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അത് ഭയങ്കര ഹെൽത്തി ആണ് എന്നുള്ള തോട്ട്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ചില ഫാക്ടേഴ്സ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഓട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് അതിനെ ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്ക ആളുകളും ഡയറ്റ് എടുക്കാറുണ്ട്. ഈ ഡയറ്റ് ചാർട്ടിൽ മേജർ പോർഷൻസും ഈ ഓട്സിൻ്റെ പോർഷൻസ് ആയിരിക്കും. ഓട്സിൻ്റെ ഉപ്പുമാവ്, ഓട്സിൻ്റെ ദോശ, അല്ലെങ്കിൽ ഓട്സിൻ്റെ ഓംലെറ്റ്, അല്ലെങ്കിൽ ഓട്സിൻ്റെ പുട്ട്, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫുഡായിരിക്കും നമ്മൾ കാണാറുള്ളത്. അപ്പം ഈ ഓട്സ് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ കണ്ടൻറ്റുകൾ എല്ലാം നോക്കിയിട്ടാണ് അത് ഹെൽത്തി ആണോ എന്ന് നമ്മൾ പറയുന്നത്. ഓട്സിനെ തന്നെ നമ്മൾ 3 രീതിയിലൊക്കെ പറയുന്നുണ്ട്. സ്റ്റീൽ കട്ട് ഓട്സ്, റോൾഡ് ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സ്, 3 രീതിയിലാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണപ്പെടുന്ന ഓട്സിന് തരം തിരിച്ചിട്ടുള്ളത്. സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് അപ്പം യൂഷ്വലി അതിൻ്റെ ഫൈബർ, അതിൻ്റെ ആ ഒരു കോട്ടിങ്, അതിൻ്റെ ന്യൂട്രിയൻസ് ഇതൊന്നും കളയാതെ ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടി ഹാർഡ് ഫോമിലുള്ളതാണ്, അതായത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളതാണ് ഈ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. അത് ആ ഒരു ഫൈബറും അതിൻ്റെ ക്വാളിറ്റീസും അതിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു റിഫൈൻഡ് ഫോമിലേക്ക് അത് എത്തിയിട്ടില്ല. ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇതിൽ കുറവാണ്. 30-ൽ താഴെയോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നുള്ളൂ. ഇനി രണ്ടാമത്തേത് റോൾഡ് ഓട്സ് ആണ്. പേര് പോലെ തന്നെ റോൾഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ബട്ട് അതിനെ വെച്ച് നോക്കുമ്പം സ്റ്റീൽ കട്ട് ഓട്സിനെ വെച്ച് നോക്കുന്ന സമയത്തായാലും ഇതിൽ ഫൈബർ ക്വാളിറ്റി ഉണ്ട്, ബട്ട് അതിൻ്റെ ചില പോർഷൻസ് അത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അതാണ് റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. രണ്ടെണ്ണത്തിനെയും വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ളതാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റിൽ കാണുന്ന വളരെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളതും വളരെ ഷൈനി ആയിട്ടുള്ളതും അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ്. ഇതിൽ ഫൈബർ ക്വാളിറ്റി ഒട്ടും തന്നെ ഇല്ല, വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ ഉള്ളൂ. ന്യൂട്രിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അളവ് കുറവായിരിക്കും. യൂഷ്വലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സിൽ അയൺ, മെഗ്നീഷ്യം, സിങ്ക്, ദെൻ കോപ്പർ, ഇങ്ങനത്തെ മൈക്രോ ന്യൂട്രിയൻസ് റിച്ച് ആയിരിക്കും. അതിൻ്റെ ആ ഒരു ഇപ്പം നമ്മളിപ്പോൾ ഒരു വീറ്റിൻ്റെ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ യൂഷ്വലി എൻഡോസ്പെർമിൻ്റെ അകത്തായാലും വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, ദെൻ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഓട്സുകളിലായാലും അത്യാവശ്യം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്, എസ്പെഷ്യലി സ്റ്റീൽ കട്ട് ഓട്സുകൾ. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള റോൾഡ് ഓട്സിൽ അത് ആബ്സെൻ്റ് ആണ്. അതേപോലെ തന്നെ അയൺ, ഫോസ്ഫറസ്, വൈറ്റമിൻസ്, എസ്പെഷ്യലി വൈറ്റമിൻ ബി കോംപ്ലക്സുകളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഓട്സിൽ ധാരാളം പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ കലോറിക് ചാർട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ, ഫാറ്റിൻ്റെ ഒക്കെ ചാർട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം കലോറി നോക്കുമ്പം 250 മുതൽ 300 ഗ്രാം കലോറീസാണ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫൈബർ ഉണ്ട്, ഏകദേശം ഒരു 5 മുതൽ 7 ഗ്രാംസ് ഓഫ് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ സോഴ്സാണ്. ദെൻ ഹെൽത്തി ഫാറ്റ്സുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഡയറ്റ് എടുക്കുന്ന സമയത്ത് മിക്ക ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. കാരണം അത് ചീപ്ലി അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് ഈസിലി കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മിക്ക ആളുകൾ ഈ ഡയറ്റ് എടുക്കുമ്പം ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഓട്സ് വാങ്ങും, അത് പാലിലും വെള്ളത്തിലും ഒക്കെ കുതിർത്ത് ഒരു പേസ്റ്റി രൂപത്തിലായിരിക്കും കഴിക്കുന്നുണ്ടാവുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓട്സ് ഒരു പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വെയിറ്റ് കൂടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുന്ന സമയത്ത് അത്ര ഒരു ഇഷ്യൂ ഉണ്ടാവാറില്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒക്കെ നമ്മൾ പാലിലോ വെള്ളത്തിലോ കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും, ഡൈജഷൻ വളരെ ഫാസ്റ്റ് ആവും, നമുക്ക് ഒരു മെറ്റബോളിസം ഇംബാലൻസ് വരും, ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും, വെയിറ്റ് ഗെയിനിങ്ങിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഓട്സ് കഴിക്കുമ്പം ഇൻസ്റ്റൻറ്റ് ഓട്സിന് പകരം സ്റ്റീൽ കട്ട്സ് ഓട്സ് കഴിക്കുക. അതെങ്ങനെ പാകം ചെയ്യണം? കൂടുതലും വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഇപ്പോൾ നിങ്ങൾക്കത് ഉപ്പുമാവാക്കി കഴിക്കാം, അല്ലെങ്കിൽ പൊടിച്ച് നന്നായി വറുത്ത് പൊടിച്ചതിന് ശേഷം പുട്ടാക്കിയിട്ട് ഈ പറഞ്ഞാൽ അതിലേക്ക് കുറച്ചുകൂടി ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ കഴിക്കാം. ഓറൽസ് നിങ്ങൾക്കത് ഓംലെറ്റ് ആക്കിയിട്ട് കൂടുതൽ വെജീസ് ആഡ് ചെയ്ത് ഓംലെറ്റ് ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിങ്ങനെ കഴിക്കുമ്പം ഇത് ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വയറ് നിറയാൻ ഇത് സഹായിക്കുന്നതാണ്.
നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും ക്ഷീണം കുറയ്ക്കാനും ഷുഗർ സ്പൈക്ക് റെഡ്യൂസ് ചെയ്യാനും ഡൈജഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബെസ്റ്റ് ഫുഡ് തന്നെയാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഓട്സ് ഉൾപ്പെടുത്താം. അതായത് ഡയറ്റ് എടുക്കുന്ന ആളുകൾ, വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ. പക്ഷേ വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഓട്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെയിറ്റ് ലോസിലേക്ക് തന്നെ പോകും. ഓട്സ് വെച്ച് നിങ്ങൾക്കൊരു സ്മൂത്തി തയ്യാറാക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് ലൈക്ക് അതിലേക്ക് വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാം അളവ് കുറച്ചതിന് ശേഷം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസോ സാലഡുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആഡ് ചെയ്യാം. നട്ട്സ് സീഡ്സുകളൊക്കെ ഡെയിലി കഴിക്കാവുന്നതാണ്. അതായത് അതിലേക്ക് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതൊക്കെ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് കഴിക്കുകയാണെങ്കിൽ വയറിനൊരു ഫുൾ ഫീലിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഓവർനൈറ്റ് ഓട്സ് നമുക്ക് ഡെയിലി ബേസിസിൽ കഴിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഷുഗർ റെഡ്യൂസ് ചെയ്യും, കൊളസ്ട്രോള്, BP അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. വൈറ്റമിൻസിൻ്റെ ഒരു പോർഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എസ്പെഷ്യലി തരിപ്പ് മരവിപ്പ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദെൻ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുക്കരുത്, സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ എടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ പാകം ചെയ്യുന്ന സമയത്ത് അത് പാലിലോ ശർക്കരയോ തേനോ ഒന്നും ചേർത്ത് കഴിക്കരുത്. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാകുന്ന സമയത്തായാലും അളവ് കുറച്ചിട്ട് പാല് മിക്സ് ചെയ്യുക. കൂടുതൽ സാലഡുകൾ, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിക്സ് ചെയ്യുക. നട്ട്സോ സീഡ്സോ മിക്സ് ചെയ്തതിന് ശേഷം അത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ശർക്കരയോ തേനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ പിന്നെയും അത് വെയിറ്റ് ഗെയിനിങ്ങിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാവട്ടെ മറ്റ് ഹെൽത്ത് കണ്ടീഷൻസുള്ള ആളുകളാവട്ടെ അവർക്കൊക്കെ ഡെയിലി ബേസിസിൽ നമുക്ക് ഓട്സ് ഉൾപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വെജിറ്റബിൾ കോമ്പിനേഷനിൽ കഴിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി ഹെൽത്തി ആവുന്നത്, അതിൻ്റെ ആ ഒരു ഹെൽത്ത് കണ്ടൻറ്റ് ശരീരത്തിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു ഫോർമേഷനിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് സിമ്പിളായിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ പാകം ചെയ്യുന്ന സമയത്തായാലും ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള കുക്കിംഗ് തന്നെ ഫോളോ ചെയ്യുക. കൂടുതൽ അതിനെ വറുത്ത് പൊരിച്ച് അല്ലെങ്കിൽ കൂടുതൽ അതൊരു ഡ്രൈ ഫോമിലാക്കാതെ കൂടുതൽ ഒരു പേസ്റ്റി രൂപത്തിലാക്കാതെ നമുക്ക് കഴിക്കാൻ ഈസിലി പെട്ടെന്ന് തന്നെ ചൂ ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. അതേപോലെ തന്നെ കൂടുതൽ ഫ്രൂട്ട്സുകളിൽ മിക്സ് ചെയ്ത് കഴിക്കുക. യോഗേർട്ടൊക്കെ മിക്സ് ചെയ്ത് കൂടുതൽ ഫ്രൂട്ട്സിലോ വെജിറ്റബിൾസിലോ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഓട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഓട്സ് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓട്സ് കഴിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.